അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 107 അതിൻ്റെ 9 വാക്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ഈ ദൈവ ശബ്ദവുമായി നിങ്ങളുടെ മുമ്പിലെത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച വേദഭാഗം സങ്കീർത്തനങ്ങൾ 107 വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ആർത്തിയോടെ ആര് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നുണ്ടോ, വചനം പറയുന്നു അവനെ ദൈവം തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. ആർത്തിയില്ലാതെ, ആവശ്യബോധമില്ലാതെ നമ്മൾ വെറുതെ കടന്നു വന്ന് സമയം പോകുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധി ഇരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവൻ അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. ഞാൻ പറയാം, കർത്താവിൻ്റെ സന്നിധിയിൽ ആരൊക്കെ ആർത്തിയോടെ കടന്നു വന്നിട്ടുണ്ടോ, ആരൊക്കെ വിടുതൽ കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ കടന്നു വന്നിട്ടുണ്ടോ, അവരൊക്കെ വിടുവിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറി, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ ആർത്തിയോടുകൂടെ കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്, എനിക്ക് കർത്താവേ അങ്ങയുടെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ എനിക്ക് അങ്ങയെ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം കർത്താവിനെ ഒന്നും ആഗ്രഹത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ, അവൻ ആർത്തിയോടുകൂടെ കർത്താവിനെ ആഗ്രഹിക്കുമെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വരുത്തുവാൻ ഇടയായിത്തീരും. വചനം പിന്നെയും പറയുന്നു, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടോ? എന്തിനു വേണ്ടിയുള്ള വിശപ്പാ? അമ്മ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിങ്ങൾക്ക് അവൻ വിശപ്പുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കും. അവൻ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാം. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ഭൗതികമായിരിക്കട്ടെ, അവൻ ആത്മീകമായിരിക്കട്ടെ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. വചനം പറയുന്നു, ആർത്തിയുള്ളവനെ ദൈവം തൃപ്തി വരുത്തും. വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അനേക ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ പ്രാപിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു രക്തസ്രാവക്കാരി ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ആർത്തിയോടെ കടന്നു വന്നു. എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത്? എങ്ങനെയെങ്കിലും സൗഖ്യമാകണം. ഈ ലോകത്തിൽ ആശ്രയിച്ചിട്ട്, ഈ ലോകത്തിൽ മെഡിക്കൽ സയൻസിൽ ആശ്രയിച്ചിട്ട്, ഈ ലോകത്തിലെ വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ട് തനിക്ക് നേടുവാൻ കഴിയാത്തത് എന്തോ ഒന്ന് യേശുവിൽ നിന്ന് കിട്ടും എന്നുള്ള ആഗ്രഹം, യേശുവിൽ നിന്ന് കിട്ടുമെന്നുള്ള അവൻ ആർത്തി ആ സഹോദരന്റെ ഉള്ളിൽ കടന്നു വന്നു. അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് ആർത്തിയോടെ കടന്നു വന്നു, വിശപ്പോടെ കടന്നു വന്നു. ആ സഹോദരി യേശുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയത് തികച്ചും പൂർണ്ണമായ ഒരു സൗഖ്യത്തോടുകൂടിയായിരുന്നു. ഈ ലോകത്തിലെ സകലത്തിലും ആശ്രയിച്ച് പരാജയപ്പെട്ട ഇടത്ത് യേശുവിൻ്റെ സന്നിധിയിലേക്ക് അവൾ ആർത്തിയോടെ കടന്നു വന്നു. മടങ്ങിപ്പോയത് വിടുതലുമായിട്ടാണ്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ ഏത് സാഹചര്യങ്ങളുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് പ്രതികൂലങ്ങൾ മധ്യമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് വിഷയങ്ങൾ നടുവിലായിക്കൊള്ളട്ടെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറാം. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് എൻ്റെ കർത്താവിൽ നിന്ന് കിട്ടും എന്നുള്ള ആ ആഗ്രഹം, ആ ആർത്തി നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കൈമാറാം. നിങ്ങളെ ദൈവം നിറയ്ക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒരു നാളും ഭംഗം വരികയില്ല. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒരു നാളും സ്തോത്രം ദൈവം ഭംഗം വരുത്തുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിങ്ങൾ നിൽക്കുമോ, ആഗ്രഹത്തോടുകൂടെ കയറി വരുമോ, യേശു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നവരൊന്നും ഒരിക്കലും പരാജയപ്പെട്ടു പോയിട്ടില്ല, വിടുതലോടുകൂടെ മടങ്ങിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവർ, യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. അവൻ നിങ്ങളെ തൃപ്തി വരുത്തും, നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് ദൈവം നിറയ്ക്കും. അല്ലെങ്കിൽ വിശപ്പുള്ളവനെ നന്മയാണോ ആഗ്രഹം, അതോ ഭക്ഷണമാണോ ആഗ്രഹം? അല്ലെങ്കിൽ ഈ വിശപ്പ് എന്തിനു വേണ്ടിയാ? നന്മയ്ക്ക് വേണ്ടിയാ. നന്മയ്ക്ക് വേണ്ടി വിശക്കുന്ന, അനുഗ്രഹത്തിന് വേണ്ടി വിശക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോവാം. നന്മ കൊണ്ട് സ്വർഗം നിങ്ങൾ നിറയ്ക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. അവൻ വചനം നമ്മൾ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുന്ന സാധിക്കും. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുന്നു. നന്മയ്ക്ക് വേണ്ടിയുള്ള വിശപ്പ് അവനെ
ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ. നന്മയ്ക്ക് വേണ്ടിയുള്ള വിശപ്പുള്ളവരാരെങ്കിലും ഉണ്ടോ? അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബത്തിനകത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശത്തിനകത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ, ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറകൾ നന്മ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു രാവിലെ ഞാൻ നിങ്ങളോട് കൈമാറാം. കയറുക, യേശുവിൻ്റെ അടുക്കലേക്ക് കയറുക, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നുവാ. ദൈവം നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ അനുഗ്രഹിക്കണം. ഇവിടെ ജീവിതത്തിനകത്ത് ദൈവം നന്മ കൊണ്ട് നിറയ്ക്കണമേ. ആർത്തിയുള്ളവന് ദൈവം തൃപ്തി വരുത്തണം. വിശപ്പുള്ളവന് ദൈവം നന്മ കൊണ്ട് നിറയ്ക്കണമേ. നന്മയ്ക്ക് വേണ്ടിയുള്ള വിശപ്പോടെ, ആഗ്രഹത്തോടെ, കൊതിയോടെ ദൈവസന്നിധി കടന്നു വരുന്ന സകല കർത്താവ് വിഷയങ്ങൾക്ക് ദൈവം ഇന്ന് പകൽ മറുപടികളെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ വിടുവിക്കണം. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.